ഇന്ന് കയ്പക്ക കൊണ്ടൊരു കറിയും ഒരു വറവുമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കറിക്ക് വേണ്ടി ആദ്യം അരിഞ്ഞെടുത്ത ഒരു കയ്പക്ക, പിന്നെ അതിനകത്തേക്ക് ഒരു തക്കാളി, ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നു. സവാള വേണ്ടുന്നവർക്ക് ഇടാൻ, ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക. പിന്നെ വറവിന് വേണ്ടി അരിഞ്ഞു വെച്ച കയ്പക്കയിൽ ഒരു കഷ്ണം സവാളയും പച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുത്ത് വെക്കുക. കറിയിലേക്ക് മല്ലിപ്പൊടി ചൂടാക്കി ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടി ഒന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് കടുകൊക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് വറവിനുള്ള കയ്പക്ക ഇട്ട് വെന്ത് കഴിയുമ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് ഉലർത്തിയെടുത്താൽ കയ്പക്ക വറവ് റെഡിയായി. അപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു അരപ്പ് തേങ്ങയും ജീരകവും കൂടെ അരച്ച് ചേർക്കുക. കറിക്കാവശ്യമായ കുറച്ച് വെള്ളം കൂടെ ജാറ് കഴുകി ഒഴിച്ചു. പിന്നെ പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളി അവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഞരട്ടി പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. തിളച്ച് വന്നാൽ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു വറവും കൂടി ഇട്ടാൽ മതി. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. കയ്പക്കേൻ്റെ കയ്പൊന്നും അറിയേയില്ല. പിന്നെ വറവിടുമ്പോൾ കടുകും മണക്കുളകൊക്കെ പൊട്ടിച്ചു അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്താണ് വറവിടുന്നത്. അപ്പം നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.